ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഇൻ ഡിസൈൻ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബിഹേവിയർ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ മോഡൽസ് ക്രിയേറ്റ് ചെയ്യും. മാത്തമാറ്റിക്കൽ മോഡൽസ് ആർ സെൻട്രൽ ടു ഡിസൈൻ ബിക്കോസ് വി ഹാവ് ടു ബി ഏബിൾ ടു പ്രെഡിക്റ്റ് ദ ബിഹേവിയർ ഓഫ് ദ ഡിവൈസ് ഓർ സിസ്റ്റം ദാറ്റ് വി ആർ ഡിസൈനിങ്. അതിന് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ അതിൻ്റെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാത്തമാറ്റിക്കൽ മോഡൽസ് യൂസ് ചെയ്യാം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു ആസ്ക് ഹൗ ഡു വി ക്രിയേറ്റ് മാത്തമാറ്റിക്കൽ മോഡൽസ്, how do we validate such models, how do we use them, and are there many limits on their use. അതായത് നമ്മൾ ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അനലൈസ്, ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, നമ്മൾ അത്രയും അനലൈസ് ചെയ്തിരിക്കണം. സം മാത്തമാറ്റിക്കൽ ഹാബിറ്റ്സ് ഓഫ് തോട്ട് ഫോർ ഡിസൈൻ മോഡലിംഗ്. അതായത് എല്ലാ ഡിസൈൻസിൻ്റെയും അതിൻ്റെ ടൂൾസ്, അതിൻ്റെ മോഡലിങ്ങിന് യൂസ് ചെയ്യുന്ന ടൂൾസിനെ പറ്റിയും ടെക്നിക്ക് പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. സോ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് മാത്തമാറ്റിക്കൽ മോഡൽസിൻ്റെ കുറച്ച് ടേംസും പ്രിൻസിപ്പിൾസുമാണ് പറയുന്നത്. We will focus on representing the behavior and functions of real devices in mathematical terms. അതായത് റിയൽ ഡിവൈസിന് നമ്മൾ മാത്തമാറ്റിക്കൽ ടേംസിൽ നമ്മൾ അതിൻ്റെ ഫങ്ഷൻസിന് ഡിസൈൻ ചെയ്യാണ്. ആൻഡ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽസ്. അതായത് ഇത്രയും പോയിൻറ്റ്സ് ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദീസ് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. വൈ ഡു വി നീഡ് എ മോഡൽ? For what will we use the model? What do we want to find with this model? What data are we design? What can we assume? How should we develop this model? That is, what are appropriate physical principles we need to apply? Then, what will our model predict? Can we verify the model's predictions? Are the predictions valid? Can we improve the model? ഓക്കെ, അതായത് ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആയിട്ടാണ് നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ മോഡലിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസാണ് ഈ ക്വസ്റ്റ്യൻസ് ആയിട്ട്, അതായത് തന്നെ ഈ സൊല്യൂഷൻസ്, ഇതിൻ്റെ സൊല്യൂഷൻസാണ് നമുക്ക് ആ പ്രിൻസിപ്പിൾസായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ഇസ് അബ്സ്ട്രാക്ഷൻ, സ്കെയിലിംഗ് ആൻഡ് ലംപ്ഡ് എലമെൻറ്റ്സ്. Abstractions. An important decision in modeling is choosing the right level of detail for the problem, which thus dictates the level of detail for the model. അതായത് നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് ഏത് ലെവലിലാണ് അതിൻ്റെ ആക്ച്വൽ ഡിസൈനിങ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം പ്രെഡിക്റ്റ് ചെയ്യും, അതായത് മനസ്സിലാക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ് അബ്സ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ സ്കെയിലിംഗ് മീൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു മാത്തമാറ്റിക്കൽ മോഡൽ ഡിസൈൻ ചെയ്യാണ്. F=KX എന്ന ഒരു സ്പ്രിംഗ് ഹുക്സ് ലോ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ലോ വെച്ച് നമുക്ക് പല ഒബ്ജക്ട്സ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു അറ്റോമിക് ബോണ്ടിങ്ങിൻ്റെ കേസിൽ വരുന്ന ഫോഴ്സിനെ നമുക്ക് ഈ ഹുക്സ് ലോ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. അതല്ല ഒരു ബിൽഡിങ്ങിൽ വരുന്ന വിൻഡിൻ്റെ എഫക്റ്റിന്, അല്ലെങ്കിൽ അത് എർത്ത് ക്വേക്സിനോട് എങ്ങനെയാണ് അത് റിലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് റെസിസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു സിറ്റുവേഷൻ നമുക്ക് വേണമെങ്കിലും ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. സോ ഈ മാക്രോ ലെവലിലും, അതായത് വലിയ ലാർജ് ലെവലിലുള്ള ബിൽഡിങ്സിൻ്റെ കേസിലും, അറ്റോമിക് ബോണ്ടിങ്ങിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ മൈക്രോ ലെവലിലും, അങ്ങനെ ഏത് സൈസിലുള്ള ലെവലിൽ വേണമെങ്കിലും നമുക്ക് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഏത് സ്കെയിലിൽ, മാക്രോ സ്കെയിലിൽ വേണോ നമ്മൾ ഡിസൈൻ ചെയ്യാൻ, അതോ മൈക്രോ സ്കെയിലിലാണോ ഡിസൈൻ ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അതിനാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. Then we often say that a real 3-dimensional object behaves like a simple spring. ഒരു വലിയ 3-dimensional ഒബ്ജക്ട്സ് നമുക്ക് സിമ്പിൾ സ്പ്രിങ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അതും യൂസ് ചെയ്യാം. അതായത് നമുക്കൊരു 3-dimensional ഒബ്ജക്ട്സിനെ വേണമെങ്കിൽ നമുക്ക് ഒരു സിമ്പിൾ സ്പ്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. When we say this, we are introducing the idea of a lumped element model. ഈ lumped element model എന്ന് വെച്ചാൽ നമ്മൾ ഒരു വലിയ ഒബ്ജക്റ്റ് ഡിസൈൻ ചെയ്യാൻ നമ്മൾ അതിൻ്റെ പാർട്സ് ആക്കിയിട്ട് ആ ഒരു ഓരോ റിയൽ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ചെറിയ ചെറിയ പാർട്സ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു ടൈപ്പ് എലമെൻറ്റിനാണ് ലംപ്ഡ് എലമെൻറ്റ് എന്ന് പറയുന്നത്, ലംപ്ഡ് എലമെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. അതായത് ആക്ച്വൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വരുന്ന ഓരോന്നിനെയും നമ്മൾ അഗ്രിഗേറ്റ് ചെയ്തൊരു ഫിസിക്കൽ മാത്തമാറ്റിക്കൽ മോഡൽ ക്രിയേറ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു എയർപ്ലെയിൻ ഡിസൈൻ ചെയ്യാമെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സിമ്പിൾ സ്ഫെരിക്കൽ മാസ്സായിട്ട് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ എന്ത് മനസ്സിലാക്കാം, അതിൽ വരുന്ന ഫോഴ്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ട്രാജക്ടറി, അതിൻ്റെ മോഷൻ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതിന് വിങ്സിൻ്റെ എങ്ങനെ അതിൻ്റെ എയർ എഫക്റ്റ് ചെയ്യുന്ന അറിയാൻ വേണ്ടി നമുക്ക് വിങ്സ് കൊടുക്കാം.
അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ പാർട്സ് ജോയിൻ ചെയ്തിട്ടുള്ള മോഡലിംഗാണ് ലംപ്ഡ് എലമെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഡയമെൻഷൻസ് ആൻഡ് യൂണിറ്റ്. അതായത് എവറി ഇൻഡിപെൻഡൻറ്റ് ടേം ഇൻ എവറി ഇക്വേഷൻ വി യൂസ് ഹാസ് ടു ബി ഡയമെൻഷനലി ഹോമോജീനിയസ് ഓർ ഡയമെൻഷനലി കൺസിസ്റ്റൻറ്റ്. നമ്മൾ മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ബേസിക്കലി അതിൽ വരുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഡയമെൻഷനലി കൺസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡയമെൻഷനലി ഹോമോജീനിയസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് അതിൽ വരുന്ന ഓരോ ടേംസിനും സെയിം ഡയമെൻഷൻസ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഡീഷൻ ഓഫ് ഫോഴ്സസ് ആണെങ്കിൽ ആ ഓരോ ഫോഴ്സും ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നതും സെയിം ഫോഴ്സിൻ്റെ ബേസിക് ഫോഴ്സിൻ്റെ ഡയമെൻഷൻസ് അതായിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. And the physical quantities used to model objects or systems represent concepts such as time, length and mass, to which we attach numerical measurements or values. അതായത് ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയമെൻഷൻസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ടൈം, ലെങ്ത് ആൻഡ് മാസ്, ആ ഒരു ക്വാണ്ടിറ്റീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഓർ പ്രൈമറി ക്വാണ്ടിറ്റീസ്, ദെൻ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. പ്രൈമറി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്യാൻ ബി മെഷേർഡ് ഓൺ എ സ്കെയിൽ ദാറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദോസ് ചൂസൺ ഫോർ എനി അതർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. അതായത് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസാണ് മാസ്, ലെങ്ത് ആൻഡ് ടൈം. അതായത് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് പരസ്പരം റിലേറ്റഡ് ആയിരിക്കില്ല, ഡിപ്പെൻഡൻ്റ് ആയിരിക്കില്ല, അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. വേറെ ഒരു ക്വാണ്ടിറ്റി ആയിട്ടും അതിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ആൻഡ് ദ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നിന്ന് അല്ലെങ്കിൽ പ്രൈമറി ക്വാണ്ടിറ്റീസ് ജോയിൻ ചെയ്തിട്ട് അതിൽ നിന്നുണ്ടായിരിക്കുന്ന ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫോഴ്സ്, അതിൽ ഫോഴ്സ് F = ma ആണ്, അതായത് മാസ് ആൻഡ് ആക്സിലറേഷൻ. അപ്പോൾ മാസിൻ്റെ ആക്സിലറേഷനെയും ജോയിൻ ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ ക്വാണ്ടിറ്റീസ് പറയുന്നത്. If mass, length and time are chosen as primary quantity, then the dimensions of force എന്ന് F = ma എന്നാണ് ഇക്വേഷൻ വരുന്ന സമയത്ത് അതിൻ്റെ ഡയമെൻഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് മാസ് ഇൻറ്റു ലെങ്ത് ഡിവൈഡ് ബൈ ടൈമിൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? മാസിൻ്റെ ഡയമെൻഷൻ, മാസ്, ലെങ്ത്, ടൈം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ പറയുക, ബേസിക് ക്വാണ്ടിറ്റീസ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. സോ മാസിനെ M എന്ന് വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ലെങ്ത് L ആൻഡ് ടൈം T. സോ F = ml ഡിവൈഡഡ് ബൈ T² എന്ന് കൊടുക്കാം. സോ F = ml/T². അതിനെ നമുക്ക് വേണമെങ്കിൽ ml(T⁻²) താഴെ ഇരിക്കുന്ന T² മുകളിലേക്ക് കൊടുത്താൽ അങ്ങനെ ഫോഴ്സിൻ്റെ ഡയമെൻഷൻസ് എഴുതാം. ആക്ച്വലി ഡയമെൻഷൻസ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സിമിലർലി ഏരിയയ്ക്ക് വേണമെങ്കിൽ നമുക്ക് L² എന്ന് കൊടുക്കാം. ദെൻ ഡെൻസിറ്റീൻ്റെ ഇക്വേഷൻ മാസ് ബൈ വോളിയം ആണ്, അതിനെ നമുക്ക് എന്ത് കൊടുക്കാം? m/L³ എന്ന് കൊടുക്കും. The units of a quantity are the numerical aspects of a quantity's dimension expressed in terms of a given physical standard. അതായത് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ബേസിക് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ദ മാസ് ബൈ യൂണിറ്റ് ഇസ് എൻ ആർബിട്രറി മൾട്ടിപ്പിൾ ഓർ ഫ്രാക്ഷൻ ഓഫ് എ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ ആർബിട്രറി മൾട്ടിപ്പിളായിട്ട് നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഒരു നമ്പറിൻ്റെ കൂടെ ഏത് യൂണിറ്റാണ് വരുന്നത് എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത്. നോർമലി നമ്മൾ ലെങ്ത്തിന് സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത് മീറ്ററാണ്. അതല്ലാതെ പല യൂണിറ്റ്സ് ഉണ്ടെങ്കിലും നമ്മൾ മീറ്ററാണ് അതിൻ്റെ ബേസിക് വൈഡ്ലി ആക്സെപ്റ്റഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൂൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ബേസിക്കലി നമ്മളൊരു മാത്തമാറ്റിക്കൽ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എ ലോട്ട് ഓഫ് നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്പർ വെച്ചിട്ട് മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എത്രത്തോളം വാല്യൂഡ് ആണ് അതിൻ്റെ ഡിജിറ്റ്സ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻ സയൻറ്റിഫിക് നോട്ടേഷൻ the number of significant figures is equal to the number of digits counted from the first non-zero digit on the left. അതായത് ലെഫ്റ്റിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് എന്നാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ടു എവിടെ വരെയാണ്? രണ്ട് ഓപ്ഷൻസാണ്. ദ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്, ഡെസിമൽസ് ഇല്ലാത്ത കേസിലാണെങ്കിൽ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് വരെയുള്ളതിന് നമുക്ക് എന്ത് കൊടുക്കാം? ആ അത്രയും നമ്പേഴ്സ്, അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇനി ഒരു ഡെസിമൽ വരുന്ന കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റിൽ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ലെഫ്റ്റിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിൽ നിന്ന് ടു ദ ലാസ്റ്റ് ഡിജിറ്റ് ഓൺ ദ റൈറ്റ് വെൻ ദർ ഇസ് എ ഡെസിമൽ പോയിൻറ്റ്. ഡെസിമൽ പോയിൻ്റ് വരുന്ന സമയത്ത് അതിൽ വരുന്ന ലാസ്റ്റ് ഡിജിറ്റ്, ഡെസിമൽ പോയിൻറ്റിന് തൊട്ട് മുന്നിലുള്ള ലാസ്റ്റ് ഡിജിറ്റ് വരെയുള്ള നമ്പേഴ്സിനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു 5415 അതാണ് നമ്മളെ നമ്പേഴ്സ് എങ്കിൽ
അതിൽ 4 നോൺ സീറോ ഡിജിറ്റാണ്. അപ്പം 4 ആയിരിക്കും അതിന് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇനി 54.0 അങ്ങനൊരു കേസ് വരികയാണെങ്കിൽ എന്തായിരിക്കും? 54.0 എന്ന് പറഞ്ഞാൽ അതിൽ അപ്പം നമ്മൾ ഡെസിമൽ വരുന്ന കേസിൽ എന്താ വെച്ചാൽ ലാസ്റ്റ് ഡിജിറ്റ് ഓൺ ദ റൈറ്റ് വെൻ ദർ ഇസ് എ ഡെസിമൽ പോയിൻറ്റ്. അപ്പം റൈറ്റിൽ വരുന്ന ലാസ്റ്റ് ഡിജിറ്റ് വരെ. അപ്പോൾ 54.0 എന്ന് പറഞ്ഞാൽ 54.0 വരുന്നുണ്ട്. 0 നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം റൈറ്റിൽ വരുന്ന ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 0 ആയാലും നോൺ സീറോ ആയാലും നമ്മൾ കൺസിഡർ ചെയ്യും. സോ ആ ലാസ്റ്റ് ഡിജിറ്റ് വരെയല്ല. അപ്പം മൊത്തം നമ്പേഴ്സ് എത്രയാണ് വരുന്നത്? അപ്പം അതിൽ 3 ആയിരിക്കും നമ്മളതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്നത്. We should always remember that the result of any calculation or measurement cannot be any more accurate than the least accurate starting value, and any calculation is only as accurate as the least accurate value we started with. നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള സ്റ്റാർട്ടിംഗ് ഡാറ്റയുടെ ആക്യുറസി അത് ആയിരിക്കും നമ്മൾ ഫൈനലി വരുന്ന ആ കാൽക്കുലേഷൻ്റെ ആക്യുറസി എന്ന് പറയുന്നത്. അത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു സിഗ്നിഫിക്കൻറ്റ് മിനിമം ലീസ്റ്റ് നമ്പർ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉള്ള സ്റ്റാർട്ടിംഗ് ഡാറ്റയിലാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ അതിൽ കൂടുതൽ സിഗ്നിഫിക്കൻസ് നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ടൂൾ ഈസ് ഡയമെൻഷണൽ അനാലിസിസ്. അതായത് വി ക്യാൻ ലേൺ എ ലോട്ട് അബൌട്ട് സം ബിഹേവിയർ ബൈ ഡൂയിങ് ഡയമെൻഷണൽ അനാലിസിസ്. That's by expressing that behavior in a dimensionally correct equation among certain variables or dimensional groups. അതായത് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ മാത്തമാറ്റിക്കൽ ഡിസൈനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റിൻ്റെ ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതെന്താണ്? ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അപ്പം നമ്മൾ ഇക്വേഷൻ അനലൈസ് ചെയ്യുന്ന സമയത്തും അതിന് ഡയമെൻഷൻലെസ് ആയിരിക്കണം. അതായത് ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ആയിരിക്കണം. സോ നമ്മൾ ഇക്വേഷനിൽ ബാക്കി എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസ് അപ്ലൈ ചെയ്ത് നമ്മൾ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതൊരു ഡയമെൻഷൻലെസ് വാല്യൂ ആയിട്ടായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ആ ഒരു രീതിയിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മോഡലിൻ്റെ എന്ത് മനസ്സിലാക്കാം? ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഡയമെൻഷൻസ്ലെസ് നമ്മളിങ്ങനെ ചെയ്തിട്ട് ഇതുപോലെ ഒരു കോൺസ്റ്റൻറ്റിന് ഒരു ഡയമെൻഷൻ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന മോഡലിൽ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഫെയിലിയർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു അനാലിസിസ് മെത്തേഡ് നമുക്ക് അതിന് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഐൻസ്റ്റീൻസ് ഫോർമുല എടുക്കുകയാണെങ്കിൽ ഐൻസ്റ്റീൻസ് ഫോർമുല E=mc² ആണെങ്കിൽ അതിലൊരു കോൺസ്റ്റൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? ഡയമെൻഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഡയമെൻഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? അതിലൊരു എറർ വരുന്നുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഐഡിയലൈസേഷൻ, മാത്തമാറ്റിക്കൽ അപ്രോക്സിമേഷൻ ആൻഡ് ലീനിയറിറ്റി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു മാത്തമാറ്റിക്കൽ മോഡൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ കുറേ ടേംസ് നമ്മൾ ഐഡിയലൈസ് ചെയ്തിട്ട് എടുക്കും. അതായത് ഐഡിയൽ കേസ് വരുന്ന രീതിയിൽ എടുക്കും. ഇപ്പോൾ നമ്മൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ എക്സ്പെരിമെൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു സ്ട്രിങ്ങിലിട്ട് പെൻഡുലം നമ്മൾ ഓസിലേറ്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കേസിൽ നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത് വെയ്റ്റ്ലെസ് സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതൊരു ഐഡിയൽ കേസാണ്. അപ്പോൾ നമ്മളങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഐഡിയൽ കേസ് എടുക്കുന്നു. അതുപോലെ ഈ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് വിൻഡ് റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണെന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഐഡിയൽ കേസിലെ വിൻഡ് റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആവുള്ളൂ. അല്ലാതെ കേസിൽ എന്തായാലും ഒരു വാല്യൂ ഉണ്ടാവും. സോ ആ ഒരു ടൈപ്പ് അതിനെയാണ് ഈ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വി ഐഡൻറ്റിഫൈ ദോസ് എലമെൻറ്റ്സ് ദാറ്റ് വി ബിലീവ് ആർ ഇമ്പോർട്ടൻറ്റ് ടു ദ പ്രോബ്ലം. ദെൻ വി ട്രാൻസ്ലേറ്റ് അവർ ഫിസിക്കൽ ഐഡിയലൈസേഷൻ ഇൻ ടു മാത്തമാറ്റിക്കൽ മോഡൽ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണെന്ന് നോക്കിയിട്ട് നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ നമ്മൾ ഐഡിയലൈസേഷൻ ചെയ്യണം. അതായത് ഈ 2 ടൈപ്പ് ഐഡിയലൈസേഷനാണ്. ഫിസിക്കൽ ഐഡിയലൈസേഷൻ ഉണ്ട്, ദെൻ മാത്തമാറ്റിക്കൽ ഉണ്ട്. അതായത് ഫിസിക്കൽ ഐഡിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആ ഓസിലേറ്റിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിൽ സ്ട്രിങ്ങിൻ്റെ വെയിറ്റ് 0 ആയിട്ട് എടുക്കുക. അതൊക്കെ നമ്മൾ ഫിസിക്കൽ ഐഡിയലൈസേഷനാണ്. ദെൻ ഈ വാല്യൂ വെച്ച് നമ്മൾ മാത്തമാറ്റിക്കലിലേക്ക് അതിനെ അപ്ലൈ ചെയ്യാണ്. മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ മോഡലിംഗ് ചെയ്യുന്നത്. തേർഡ്, ട്രൈ ടു ബിൽഡ് മോഡൽസ് ദാറ്റ് ആർ മാത്തമാറ്റിക്കലി സ്പീക്കിംഗ് ലീനിയർ മോഡൽസ്. അതായത് നമ്മൾ ഡിസൈനേഴ്സ് ലീനിയർ മോഡൽസെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതായത് ലീനിയർ മോഡൽസ് എന്ന് പറഞ്ഞാൽ ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മോഡൽസ് ആയിരിക്കും. അപ്പോൾ ദെൻ നെക്സ്റ്റ് ടൂൾ ഇസ് കൺസർവേഷൻ ആൻഡ് ബാലൻസ് ലോ. അതായത് നമ്മൾ മാത്തമാറ്റിക്കൽ മോഡൽസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലെടുക്കും എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നെങ്കിൽ അതിലെല്ലാം കൺസേർവ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്.
ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ബോഡിയുടെ ഒരു മോഷൻ ഓഫ് എ ബോഡി ത്രൂ ആൻ ഫ്രിക്ഷൻലെസ് പാത്തിലൂടെ അത് ബോഡി മൂവ് ചെയ്യാന്നുള്ളൊരു കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, എനർജി, അവിടെ വരുന്ന എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എനർജി ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് എന്നാണല്ലോ. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ എനർജി നമ്മൾ എന്ത് ചെയ്യാണ്, കൺസേർവ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ കൺസർവേഷൻ ആൻഡ് ബാലൻസ് ലോനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. Many of the mathematical models used in engineering design are statements that some property of an object or system is being conserved. നമ്മൾ ഒരു ഒബ്ജക്റ്റ് സിസ്റ്റം അത് കൺസേർവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആക്ച്വലി അതിൻ്റെ മോഡൽ ഡിസൈൻ ചെയ്യുന്നത്. Such balance or conservation principles are applied to access the effect of maintaining levels of physical attributes. ഓക്കെ, അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു റിവറിൻ്റെ വോളിയൂം ഓഫ് ഫ്ലോ, റിവർ ഫ്ലോ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ, അപ്പോൾ അതിലൊരു ചെറിയ ഏരിയ എടുക്കുകയാണെങ്കിൽ, റിവറിൻ്റെ ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ അതിലേക്ക് എത്ര വെള്ളം, അതായത് എത്ര വാട്ടർ ഈ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്, അതുപോലെ നമ്മൾ അതിൽ നിന്ന് എത്ര വാട്ടർ ഫ്ലോ ചെയ്തിട്ടുണ്ട്, അറ്റ് എ ടൈം സൈമിൾട്ടേനിയസ്ലി നമ്മൾ അത് ഈക്വലായിട്ട് എടുക്കണം. അതായത് കൺസേർവ് ചെയ്യണം. ആ ഒരു ഏരിയയിൽ അറ്റ് എ ടൈം ആ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നു എന്ന്. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ, അതായത് അതിൽ വരുന്ന ഫിസിക്കൽ ആട്രിബ്യൂട്ട്സിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇതിനെ അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ആ ഒരു വാല്യൂസ് കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ബാക്കി മോഡലിംഗ് ചെയ്യുന്നത്. ഓക്കെ അതായത് ദാറ്റ് ഈസ് വി ഹാവ് ടു കൗണ്ട് ഓർ മെഷർ ബോത്ത് വാട്ട് ഗോസ് ഇൻ ടു ആൻഡ് വാട്ട്സ് കം ഔട്ട് ഓഫ് ദ ബൗണ്ടറി. ആ ബൗണ്ടറിൻ്റെ ഉള്ളിലേക്ക് എത്ര വരുന്നു, എത്ര പുറത്തേക്ക് പോകുന്നു, അത് നമ്മൾ അറ്റ് എ ടൈം ഈക്വൽ ആണെന്ന് എടുത്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതിനാണ് ഈ കൺസർവേഷൻ അല്ലെങ്കിൽ ബാലൻസ് ലോ എന്ന് പറയുന്നത്. ഈ ബോത്ത് കൺസർവേഷൻ ആൻഡ് ബാലൻസ് ഇക്വേഷൻസ് ആർ റിലേറ്റഡ്. കൺസർവേഷൻ ലോസ് ആർ സ്പെഷ്യൽ കേസ് ഓഫ് ബാലൻസ് ലോ. അത് രണ്ടും റിലേറ്റഡ് ആണ്. അത് കൺസർവേഷൻ ലോ എന്ന് പറഞ്ഞാൽ ഈ ബാലൻസ് ലോൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് ഈ കൺസർവേഷൻ ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് പ്രൂഫിംഗ് ദ ഡിസൈൻ. ഓക്കെ, അതായത് ഡിസൈൻ ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ് ഇൻ സെവറൽ വേസ്. നമുക്ക് ഡിസൈൻ പല മെത്തേഡിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഗ്രാഫിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഓറലി, റിട്ടൺ. അപ്പോൾ നമ്മൾ ബെസ്റ്റ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പിംഗ് ആണ്. അതായത് നമ്മളൊരു 3D മോഡൽ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചാപ്റ്ററിൽ ഈ പോർഷനിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഓൺ ഹൗ ടു ട്രാൻസ്ലേറ്റ് അവർ ഡിസൈൻ ഐഡിയാസ് ഇൻ ടു മോഡൽസ് ആൻഡ് പ്രോട്ടോടൈപ്സ് that can be used to test our design concepts and communicate our ideas to the client. അതായത് നമ്മുടെ ഡിസൈൻ കൺസെപ്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ക്ലയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ഈ പ്രോട്ടോടൈപ്പിംഗ് അല്ലെങ്കിൽ മോഡൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂസ്ഫുൾ ടൂളാണ് ഈ 3D റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. Often the first step in such process involves sketching or drawing our design. We can use this representation to create the prototype or model. അതായത് നമ്മൾ പഠിച്ചു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം, സ്കെച്ച് അല്ലെങ്കിൽ ഡ്രോയിങ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഈ ഇനീഷ്യലി നമുക്ക് ഈ പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് അതിനെ സ്കെച്ചിങ്ങിന് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഈ 3D മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കെച്ചിങ് അല്ലെങ്കിൽ ഡ്രോയിങ്സ് യൂസ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ടൂളാണ് ഈ 3D റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഓക്കെ, and it can be used as an input to computational modeling program to simulate the design performance under specified conditions. അതായത് നമ്മുടെ ഡിസൈൻ പെർഫോമൻസ് നമുക്ക് ഡിഫറെൻറ്റ് കണ്ടീഷനിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ 3D റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യാം. or as an input into variety of rapid prototyping technology such as 3D printing. 3D പ്രിൻറ്റിങ്ങിനൊക്കെ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ടെക്നോളജിയിൽ ഒരു ഇൻപുട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ 3D യൂസ് ചെയ്യാം. ആൻഡ് ജനറേറ്റ് ഡീറ്റെയിൽഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ഓഫ് ദ ഡിസൈൻ. അതായത് ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ടു ഗൈഡ് ദ ടൂൾ പാത്ത് ഇൻ കമ്പ്യൂട്ടേഷണൽ ന്യൂമറിക്കൽ കൺട്രോൾഡ് മെഷീനിങ്, CNC മെഷീനിൽ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷന് 3 ഇതാണ് യൂസ് ചെയ്യുന്നത്. അതായത് പ്രോട്ടോടൈപ്സ് യൂസ് ചെയ്യാം, മോഡൽസ് യൂസ് ചെയ്യാം, ആൻഡ് പ്രൂഫ്സ് ഓഫ് കൺസെപ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ പ്രോട്ടോടൈപ്സ് നോക്കാം. പ്രോട്ടോടൈപ്സ് മീൻസ് ഒറിജിനൽ മോഡൽസ് ഓൺ വിച്ച് സംതിങ് ഇസ് പാറ്റേൺഡ്. They are also defined as the first full-scale and usually functional forms of a new type or design of construction. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഡിവൈസ് അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഫുൾ ഫങ്ഷണലി അതിൻ്റെ ഒരു മോഡൽ, അതിൻ്റെ ഒരു എന്താ പറയുക,
ഫങ്ഷൻസ് അതിനെ അപ്ലൈ ചെയ്തിട്ട് ഫുൾ സ്കെയിലിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ അതിൻ്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പ്രോട്ടോടൈപ്സ് ആർ വർക്കിംഗ് മോഡൽസ് ഓഫ് ഡിസൈൻഡ് ആർട്ടിഫാക്ട്സ്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന സാധനത്തിൻ്റെ വർക്കിംഗ് മോഡലാണിത്. ആൻഡ് ദേ ആർ ടെസ്റ്റഡ് ഇൻ ദ സെയിം ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ദേ ആർ എക്സ്പെക്റ്റഡ് ടു ഫംഗ്ഷൻ ആസ് ഫൈനൽ പ്രൊഡക്റ്റ്. നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഫൈനൽ പ്രൊഡക്റ്റ് ഏതെല്ലാം എൻവയോൺമെൻറ്റിൽ ടെസ്റ്റ് ചെയ്യണോ അതെല്ലാം നമ്മളിതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ അതിനെയാണ് നമ്മൾ ഈ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മോഡൽ. It is a miniature representation of something or a pattern of something to be made or an example or for imitation or emulation. അതായത് നമ്മളൊരു മിനിയേച്ചർ ഫോം നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമിനാണ് നമ്മൾ മോഡൽ എന്ന് പറയുന്നത്. We use models to represent some devices or processes. അതായത് നമ്മൾ പ്രോസസ്സിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം. ദേ മേ ബി പേപ്പർ മോഡൽ ഓർ കമ്പ്യൂട്ടർ മോഡൽ ഓർ ഫിസിക്കൽ മോഡൽ. പേപ്പർ വെച്ചിട്ട് കമ്പ്യൂട്ടർ വെച്ചിട്ടൊക്കെ നമുക്ക് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം. We use them to illustrate certain behavior or phenomena as we try to verify the validity of an underlying theory. അതായത് നമ്മളൊരു പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ തിയറീൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ മോഡൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യാം. And the models are usually smaller and made of different materials than the original artifacts they represent, and they are typically tested in a laboratory or in some other controlled environment to validate the expected behavior. അത് നമ്മൾ അതിൻ്റെ എക്സ്പെക്റ്റഡ് ബിഹേവിയർ അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്യാം. ദെൻ നമ്മൾ പറഞ്ഞിട്ടിരിക്കുന്ന, അതായത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ വെച്ച് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം. The next is proof of concept. Refers to a model of some part of a design that is used specifically to test whether a particular concept will actually work as proposed. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡിവൈസിൽ ഒരു കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർക്കിംഗ് ആണോ, അതായത് അത് യൂസ്ഫുൾ ആണോ, അതിൻ്റെ ആ പാർട്ട് മാത്രം സ്പെസിഫിക്കലി ടെസ്റ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ഈ ആക്ച്വലി അത് വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേക ഈസ് യൂസ് ടു സ്പെസിഫിക്കലി ടെസ്റ്റ് വെദർ ദ പർട്ടിക്കുലർ കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ അതറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ പാർട്ട് മാത്രം മോഡലിംഗ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നത്. അതിനാണ് പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. And doing proof of concept test means doing controlled experiment to prove or disprove the concept. നമ്മൾ അപ്ലൈ ചെയ്ത കൺസെപ്റ്റ് ആക്സെപ്റ്റബിൾ ആണോ അതോ റിജക്റ്റ് ചെയ്യാനാണോ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ പാർട്ട് മാത്രം അനലൈസ് ചെയ്യുന്നതാണ് പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വെൻ ഡു വി ബിൽഡ് എ പ്രോട്ടോടൈപ്പ്. നമ്മൾ എപ്പോഴാണ് നമ്മൾ ഡിസൈനിങ് സ്റ്റേജിൽ എപ്പോഴാണ് നമ്മളുടെ ഒരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ്. എന്തിനൊക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇത്രയും പോയിൻറ്റ്സിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. The size and type of the design space, the cost of the building prototype, and the ease of building prototype. അങ്ങനെ കുറേ കാര്യങ്ങൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the role that a full size prototype might play in ensuring the widespread acceptance of the design, the number of copies of the final artifact, നമ്മൾ എത്ര കോപ്പീസ് ഉണ്ടാക്കണം എന്ന് നോക്കുന്നു. And there is an obvious correlation between the size and cost of prototyping, or the decision to build a prototype, and the size and type of the design space. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ദ പ്രൊജക്ട് ഷെഡ്യൂൾ ആൻഡ് ബഡ്ജറ്റ്. ഓക്കെ, പ്രൊജക്റ്റിൻ്റെ ബഡ്ജറ്റ്. അങ്ങനെ ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ എപ്പോൾ ഉണ്ടാക്കണോ വേണ്ടയോ എന്നുള്ളത്, അത് ക്രിയേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അതിന് പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഡിസൈൻ സ്പേസ്, അല്ലെങ്കിൽ സൈസ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടോടൈപ്പിൻ്റെ അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ ഈസിനെസ്, അതുപോലെ പ്രൊജക്റ്റിൻ്റെ ബഡ്ജറ്റ്, അതിൻ്റെ ഷെഡ്യൂൾ, അങ്ങനെ പല കാര്യങ്ങളെയും നമ്മൾ ഈ പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബിൽഡിംഗ് മോഡൽസ് ആൻഡ് പ്രോട്ടോടൈപ്സ്. നമ്മളൊരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് നമ്മൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അതായത് there are some principles behind the guidelines. അതായത് മോഡൽസും പ്രോട്ടോടൈപ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യണം. ആൻഡ് ദേ ആർ, അതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ബേസിക്കലി പ്രിൻസിപ്പിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വി ആസ്ക് ആർ, വാട്ട് ഡു വി വാണ്ട് ടു ലേൺ ഫ്രം ദ മോഡൽ ഓർ പ്രോട്ടോടൈപ്പ്. നമുക്ക് എന്താണ് നമുക്ക് ആ പ്രോട്ടോടൈപ്പിൽ നിന്ന് നമുക്ക് ലേൺ ചെയ്യാനുള്ളത്. ദെൻ ഹൂ ഈസ് ഗോയിങ് ടു മേക്ക് ഇറ്റ്, ആരാണ് ആ പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വാട്ട് പാർട്സ് ഓർ കമ്പണൻസ് ക്യാൻ ബി ബോട്ട്, ഏതൊക്കെ പാർട്സ് അല്ലെങ്കിൽ കമ്പണൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ദെൻ ഹൗ ആൻഡ് ഫ്രം വാട്ട് is it going to be made, how much it will cost. ഇത്രയാണ് നമ്മളൊരു ബിൽഡിംഗ് മോഡൽസ് പ്രോട്ടോടൈപ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്.
ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് വാട്ട് ഡു വി വാണ്ട് ടു ലേൺ ഫ്രം ദ മോഡൽ ഓർ പ്രോട്ടോടൈപ്പ്. നമുക്ക് എന്താണ് അതിൽ നിന്ന് അനലൈസ് ചെയ്യേണ്ടത്, അതിൻ്റെ അത് വെച്ചിട്ടാണ് നമ്മൾ മോഡലാണോ പ്രോട്ടോടൈപ്പാണോ പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് ആണോ അത് ചെയ്യേണ്ടത്. നമുക്കൊരു ചെറിയ ആക്ച്വലി ഫോർ മെനി എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സ് വി വാണ്ട് ടു ബിൽഡ് എ 3-dimensional ഫിസിക്കൽ റിയലൈസേഷൻ ഓഫ് അവർ കൺസെപ്റ്റ്സ് ആൻഡ് ഡിസൈൻ ആർട്ടിഫാക്ട്സ്. നമുക്ക് എന്തൊരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതൊരു 3D മോഡൽ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് നമുക്കത് അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് ഈസിലി അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേ ആണ് 3D ഫോം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ബേസിക്കലി നമുക്ക് പ്രോട്ടോടൈപ്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മോഡൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് പ്രോട്ടോടൈപ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു ഒറിജിനൽ മോഡലാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ആർട്ടിഫാക്റ്റ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് സ്കെയിലും ഫങ്ഷൻസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന 3Dനെയാണ് പ്രോട്ടോടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ആ പ്രോട്ടോടൈപ്സിന് നമ്മൾ ബേസിക്കലി നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റിന് ഏതെല്ലാം എൻവയോൺമെൻറ്റ്സ് അതിന് ആക്സെപ്റ്റബിൾ ആണോ, ഏതെല്ലാം ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അതെല്ലാം നമുക്കിതിൽ ചെയ്ത് നോക്കിയാലേ നമുക്കത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രോട്ടോടൈപ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദ മോഡൽ ഇസ് എ മിനിയേച്ചർ റെപ്രസെൻറ്റേഷൻ. നേരത്തെ പറഞ്ഞു, മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നതിന് ഒരു മിനിയേച്ചർ റെപ്രസെൻറ്റേഷനാണ്. അതായത് അത് ഒരു ഇമിറ്റേഷൻ, അത് മോഡൽസ് പറഞ്ഞാൽ ഈ ഡിവൈസസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ എല്ലാ എൻവയോൺമെൻറ്റും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു മോഡൽ, അതായത് ചെറിയൊരു മിനിയേച്ചർ വേർഷൻ നമ്മൾ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. എല്ലാ ഫങ്ഷൻസും അതിന് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. And then we use them to illustrate certain behavior or phenomena as we try to verify the validity of an underlying theory. നമ്മൾ ഈ കാര്യങ്ങൾ യൂസ് ചെയ്ത് നമുക്ക് നമ്മളെ തിയറീൻ്റെ വാലിഡിറ്റി അതൊക്കെ നമുക്ക് ഈ പ്രോട്ടോടൈപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിനകത്ത് ലേൺ ചെയ്യാൻ പറ്റും. നമ്മൾ വാലിഡിറ്റി നമ്മളെ ഡിസൈൻ പ്രൊജക്റ്റിൻ്റെ അതിൻ്റെ എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അതിലൂടെ ഈ പ്രോട്ടോടൈപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഹു ഈസ് ഗോയിങ് ടു മേക്ക് ഇറ്റ്. ആരാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ദ 2 ബേസിക് ചോയ്സസ് വെൻ വി വാണ്ട് എ മോഡൽ ഓർ പ്രോട്ടോടൈപ്പ്, വി മേക്ക് ഓർ അസംബിൾ ഇറ്റ് ഇൻ ഹൗസ് ഓർ ഔട്ട്സോഴ്സ് ഇറ്റ്. അതായത് നമ്മൾ ആരാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വേണമെങ്കിൽ നമ്മളെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഇൻകം വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഔട്ട്സോഴ്സ്, അതായത് വേറെ സോഴ്സ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ല നമ്മളല്ല വേറൊരാളെ വെച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും. ജസ്റ്റ് ഒരു മോഡൽ ഉണ്ടാക്കാൻ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുറത്തുനിന്ന് ചെയ്യിക്കാൻ പറ്റും. ആൻഡ് മെനി കമ്പനീസ് ആൻഡ് സ്കൂൾസ്, അതായത് വലിയൊരു കേസ്, ഇത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ലെവലിലേ വരുള്ളൂ. പക്ഷെ ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ എന്ത് ചെയ്യാണ്, മൊത്തത്തിൽ അവർക്ക് പുറത്തുനിന്ന് ചെയ്യിക്കുകയും അല്ലെങ്കിൽ അവർക്ക് ഏതാണോ ചീപ്പറായിട്ട് എക്കണോമിക്കലായിട്ട് തോന്നുന്നു ആ മെത്തേഡായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് മെനി കമ്പനീസ് ആൻഡ് സ്കൂൾ കീപ് മെഷീനിസ്റ്റ്, ഇലക്ട്രോണിക് ടെക്നീഷ്യൻ ആൻഡ് പ്രോഗ്രാമേഴ്സ് ഓൺ സ്റ്റാഫ് ഫോർ ബിൽഡിംഗ് മോഡൽ. അതായത് അവരുടെ മോഡൽസ് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ സ്റ്റാഫിനെ തന്നെ വെച്ചിട്ടുണ്ടാവും. ടെക്നീഷ്യൻസിന്, പ്രോഗ്രാമേഴ്സിനൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആൻഡ് സംടൈംസ് എസ്പെഷ്യലി ഫോർ സ്പെഷ്യലൈസ്ഡ് ഐറ്റം ഇറ്റ് മേ സ്റ്റിൽ ബി ചീപ്പർ ആൻഡ് ഫോഴ്സ്ഡ് ടു ഹാവ് സ്പെസിഫിക് ഐറ്റംസ് ടു ഔട്ട്സോഴ്സ്ഡ്. അതായത് ഈ മോഡൽസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും ചില മെറ്റീരിയൽസ്, അതായത് ഇപ്പം എന്താണ് സ്ക്രൂ അല്ലെങ്കിൽ ഈ എന്താ പറയുക, നമ്മൾ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, ഗിയർ, അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഡിസൈൻ ചെയ്യാൻ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ഔട്ട്സോഴ്സ് ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ ചീപ്പ് അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ട് തോന്നുക. നമ്മൾ ആ ഒരു കാര്യം അതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പോസിബിൾ ആയിരിക്കണമെന്നില്ല. സോ അതെല്ലാം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മൊത്തം മോഡൽ പുറത്തുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ക്യാൻ വി ബൈ പാർട്സ് ഓർ കമ്പണൻറ്റ്. നമുക്ക് പാർട്സ് ഓർ കമ്പണൻറ്റ്സ് വാങ്ങാൻ പറ്റുമെന്നാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. There are a lot of parts and components that are best bought from suppliers unless we happen to be in the business of designing and making those particular items. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം വലിയൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ടൈം സേവിങ് ആയിരിക്കും ഈ ടൈപ്പ്, അതായത് സ്ക്രൂ, ചെറിയ കാര്യങ്ങൾ, ട്രാൻസിസ്റ്റേഴ്സ്, അതെല്ലാം നമ്മൾ അങ്ങനെ ബേസിക്കലി വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അങ്ങനത്തെ ചെറിയ പാർട്സ് എല്ലാം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചെടുത്തു കഴിഞ്ഞാൽ
കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് ക്യാൻ വി ബൈ കമ്പണൻസ് ഓർ പാർട്സ് എന്ന് പറയുന്നതിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇറ്റ്സ് റിയലി വർത്ത് ദ ടൈം, equipment and expense to make screws the transistors. അതായത് ഈ നമുക്ക് ഈസി ആയിരിക്കും, എക്യുപ്മെൻറ്റ്സിന് ടൈം സേവിങ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന് കോസ്റ്റ് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പുറത്തുനിന്ന് വാങ്ങുന്ന സമയത്ത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഗുഡ് ഐഡിയ ടു ചെക്ക് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റോക്സ് റൂംസ് ടു സീ വെദർ ദ പാർട്സ് ആർ ഓൾറെഡി അവൈലബിൾ. അതായത് നമ്മൾ സ്റ്റോക്ക് റൂമിൽ ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്യുന്നത് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റോക്ക് റൂമിൽ അത് അവൈലബിൾ ആണോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. Electronic, electromechanical and optical components such as resistors, capacitors, integrated circuits, electric motors, solenoids, light emitting diodes, ലെൻസ്, ഇതെല്ലാം നമുക്ക് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ടൈപ്പ് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മൾ തന്നെ സ്വന്തം ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം കൺസ്യൂമിങ് ആണ്, എക്സ്പെൻസ് കൂടും. സോ അതെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ഹൗ ആൻഡ് ഫ്രം വാട്ട് വിൽ ദ മോഡൽ പ്രോട്ടോടൈപ്പ് ബി മെയ്ഡ്. അതായത് നമ്മൾ എന്ത് വെച്ചിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, വി ഷുഡ് ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് annotated drawings and plans before we start cutting and machining. നമ്മളിപ്പോൾ ഒരു കട്ടിങ് പ്രോസസ്സും ജോയിനിങ്ങും അസംബ്ലിങ്ങും ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഒരു ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഡീറ്റെയിൽഡ് ഡ്രോയിങ്സിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്, ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്നൊരു സാധനം, അത് ഇൻക്ലൂഡഡ് ആണ്. അതായത് ഈ ബിൽ ഓഫ് മെറ്റീരിയൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുള്ളത് അനലൈസ് ചെയ്ത് അതിന് ലിസ്റ്റ് ചെയ്യുന്നതിനാണ് ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ട് എ ബിൽ ഓഫ് മെറ്റീരിയൽസ് during a virtual or paper assembly and so identify all the necessary parts before everything has been done. നമ്മളെല്ലാം ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, അതിൻ്റെ ബിൽ ഓഫ് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാം. ദെൻ അപ്പം ഈ ബിൽ ഓഫ് മെറ്റീരിയൽസ് അവൈലബിൾ അല്ലാത്ത പാർട്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് നമ്മളെ ഷെഡ്യൂളിങ്ങിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. And the common materials for model construction are paper, cardboard, wood, plywood, polymers such as PVC, ABS, polystyrene and acrylic and aluminium and mild steel. നമുക്ക് മോഡൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൈപ്പ് മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് മോഡൽസ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, ഹൗ മച്ച് വിൽ വി കോസ്റ്റ്. അതായത് നമ്മൾ എപ്പോഴും എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും എന്തായാലും അതിനൊരു കോസ്റ്റ് വരും. അപ്പോൾ കോസ്റ്റ് അനലൈസ് ചെയ്യുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ കോസ്റ്റ് അനലൈസ് ചെയ്യുന്നത് ബെറ്റർ മെത്തേഡാണ്. പക്ഷേ the prices always seem to go up between the time items are priced and the time they are bought. അതായത് നമ്മൾ ലിസ്റ്റ് ചെയ്ത സമയത്തുള്ള പ്രൈസ് ആയിരിക്കണമെന്നില്ല നമ്മൾ വാങ്ങുന്ന സമയത്ത്. അതിലൊരു എന്തായാലും ഒരു ഇൻക്രീസിങ് എന്തായാലും ഉണ്ടാവും. അതായത് സമയം കൂടുന്നതനുസരിച്ച് പ്രൈസ് കൂടുകയാണ്. വി ഓഫൻ ഫോർഗെറ്റ് ടു ഇൻക്ലൂഡ് സെയിൽസ് ടാക്സ് ആൻഡ് ഷിപ്പിംഗ് ഓഫ് അവർ കോസ്റ്റ്. നമ്മൾ ഈ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സെയിൽസ് ടാക്സും ഷിപ്പിങ്ങിനൊക്കെ ചാർജ് കൺസിഡർ ചെയ്യണം. ഓക്കെ, എന്നാലും നമുക്ക് ആക്ച്വൽ കോസ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. So it's good to leave a margin for error, say 10 to 15%. സോ ഈ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതിനുള്ളൊരു പ്രൊവിഷനും കൂടെ കൊടുത്തിട്ട് വേണം നമ്മൾ കോസ്റ്റ് പ്ലാൻ ചെയ്യാൻ. ഇഫ് ദിസ് ഈസ് എ ഫസ്റ്റ് എവർ മോഡൽ ബിൽഡ് പ്രൊജക്റ്റ്, നമ്മൾ ആദ്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഈ എറേഴ്സ് വരാൻ ചാൻസ് ഉള്ളൂ. 10 to 15% എറേഴ്സൂടെ അതുകൂടെ അക്കംപ്ലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ അതിൻ്റെ കോസ്റ്റ് പ്ലാൻ ചെയ്യാൻ. ഓക്കെ, then building models and prototypes. There are many options for constructing the prototypes. നമുക്ക് പ്രോട്ടോടൈപ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി കുറേ മെത്തേഡ്സ് ഉണ്ടെങ്കിലും കോമൺ ആയിട്ട് നമ്മൾ 3 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്: മോക്കപ്പ്, മെഷീനിങ് ആൻഡ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ടെക്നോളജി. ഓക്കെ, മോക്കപ്പ് ഉണ്ട്, മെഷീനിങ് ഉണ്ട്, റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ടെക്നോളജി ഉണ്ട്. ആൻഡ് ദ മോക്കപ്പ് ഈസ് one option for making basic models of prototypes is to construct a mock-up of 3D part from 2D cutouts, and these 2D parts can be made using vinyl cutter or laser cutter, and parts are then assembled into 3D mock-ups of design. And materials used for this are mock-ups might be foam, thin plastic or wood. അതായത് തിൻ പ്ലാസ്റ്റിക്കോ വുഡൊക്കെ വെച്ചിട്ട് നമ്മൾ 2D ഫോംസ് ക്രിയേറ്റ് ചെയ്യും. ആ 2D ഫോംസ് അസംബിൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ 3D ഫോം ക്രിയേറ്റ് ചെയ്യാണ്, ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക. അതിനാണ് മോക്കപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് മെഷീനിങ്. അതായത് നമുക്ക് നമ്മളെ പ്രോട്ടോടൈപ്സ് മെഷീനിങ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ പ്രോട്ടോടൈപ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നമ്മളെ സ്വന്തം ഓൺ ഷോപ്സിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ എങ്ങനെയും ചെയ്യാൻ പറ്റും. അത് ബേസിക്കലി മെഷീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വുഡൻ മെറ്റീരിയൽസിലും ചെയ്യാൻ പറ്റും, മെറ്റൽസിലും ചെയ്യാൻ പറ്റും.
വുഡ്, അതായത് നമ്മൾ വുഡിലാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ വുഡ് വർക്ക് മെഷീൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രസ്, അതിൽ കട്ടിങ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇനി മെറ്റൽ വെച്ചിലാണ് ചെയ്യുന്നതെങ്കിൽ ലെയ്ത്തിൽ, അതായത് ലെയ്റ്റ്സ് എന്നാണ് പറയുക, ആ ടൈപ്പ് മെഷീനിങ് ചെയ്ത് മെറ്റൽ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അത് യൂസ് ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ടെക്നോളജി. Rapid prototyping technologies have emerged in recent years as a relatively fast and cheap ways to fabricate prototypes that would otherwise need to be injection molded. അതായത് ഈ റീസെൻ്റായിട്ട് ഒരു വന്നിട്ട് എമേർജ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ടെക്നോളജി. നമുക്ക് ഈ പേര് പോലെ തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മളെ പ്രോട്ടോടൈപ്പ് ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. Reduce 3D CAD models as input and convert these 3D files into 2D layers to build the 3D part. നമ്മൾ 3D മോഡൽസ് ക്രിയേറ്റ് ചെയ്യും CAD-ൽ, ആൻഡ് ഈ 3D മോഡൽസ് ആണ് ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ആ 3D മോഡൽസ് യൂസ് ചെയ്ത് അവർ 2D ലെയേഴ്സ് ഫോം ചെയ്യും, എന്നിട്ട് അത് ബിൽഡ് ചെയ്തിട്ട് 3D മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ 3D CAD മോഡൽസ് ഒരു ഇൻപുട്ടായിട്ട് 3Dയിൽ നമ്മൾ ഡ്രോയിങ് വരയ്ക്കും, ആൻഡ് ദെൻ 3D ഫയൽസിന് നമ്മൾ 2D ലെയേഴ്സ് ആയിട്ട് എടുക്കും. ആ ലെയേഴ്സിന് നമ്മൾ ദെൻ എന്ത് ചെയ്യാമെന്ന്, ആ ലെയേഴ്സിന് നമ്മൾ ഹാർഡ് ആൻഡ് കോപ്പി ആക്കിയിട്ട്, അതായത് ബിൽഡ് 3D പാർട്ടായിട്ട് അസംബിൾ ചെയ്തിട്ടാണ് നമ്മൾ അതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇൻക്ലൂഡ് സ്റ്റീരിയോ ലിത്തോഗ്രഫി ആൻഡ് സെലക്റ്റീവ് ലേസർ സിൻറ്ററിങ്, അതായത് വിച്ച് ഇൻവോൾവ് യൂസിങ് ലേറ്റർ ടു ഹാർഡൻ എയ്തർ റെസിൻ ബാത്ത്. അതായത് നമ്മൾ ഈ ലേസർ യൂസ് ചെയ്തിട്ട് പോളിമർ അല്ലെങ്കിൽ ഈ റെസിൻസിന് ഹാർഡൻ ചെയ്തെടുക്കുകയാണ്. ആ മെത്തേഡ് വെച്ച് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 2D ലെയേഴ്സ് വെച്ച് ആ ലെയേഴ്സിലെല്ലാം നമ്മൾ എന്ത് ചെയ്യാന്ന്, ഈ ഹാർഡൻ ചെയ്തെടുക്കുകയാണ്. അതായത് ഈ 2D ലെയേഴ്സിനെ അനലൈസ് ചെയ്തിട്ട് അതിൽ വരുന്ന ഡാറ്റാസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലേസേഴ്സ് യൂസ് ചെയ്തിട്ട് പോളിമേഴ്സിനെ ഹാർഡൻ ചെയ്ത് നമ്മൾ ആ 3D മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഈ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് ടെക്നോളജീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് എ പിക്ചർ ഓഫ് 3D പ്രിൻറ്റഡ് മെഷീൻഡ് വേർഷൻസ് ഓഫ് സ്ക്രൂ ഡ്രൈവർ. അതായത് ഈ ടോപ്പിലുള്ളതാണ് 3D പ്രിൻറ്റ് ചെയ്തിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്നത്. താഴെ നമ്മൾ മെഷീനിങ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള മെഷീൻഡ് വേർഷനാണ് അതിൻ്റെ. ഇത് ജസ്റ്റ് പ്രോട്ടോടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിലുള്ള 3D എന്ന് പറയുന്നത് 3D പ്രിൻറ്റഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ക്ലയൻറ്റുമായിട്ട് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3D പ്രിൻറ്റഡ് ഡിസൈൻ പ്രോട്ടോടൈപ്പ് നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് ഒരു അറൗണ്ട് 4 hours വെച്ച് നമുക്കിത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഈ മെഷീൻ്റെ വേർഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും, പക്ഷേ അതിന് കുറേ ടൈം എടുക്കും. അറൗണ്ട് 15 to 20 hours എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ മെഷീൻ്റെ വേർഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ രണ്ടും എളുപ്പമാണ്. 3D വേർഷൻ ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പക്ഷേ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളത് നമ്മൾ ഈ മെഷീൻ്റെ വേർഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് പ്രൂഫിംഗ് ദ ഡിസൈൻ പോർഷൻ നമ്മൾ കവർ ചെയ്യാനുള്ളത്.